ഹലോ ഹായ് വെൽക്കം ബാക്ക്. പരദൂഷണം പറയുന്നതിന്റെ ഗ്രാമർ ആയിട്ടുള്ള റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പരദൂഷണത്തിന്റെ ഗ്രാമർ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ എന്തോ ഒരു കാര്യം വേറെ രണ്ടുപേര് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഈ കേട്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പോയി പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ കേട്ട കാര്യമില്ലേ, അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുക. നിങ്ങൾ ആ കേട്ട കാര്യം നിങ്ങളുടെ ഫ്രണ്ടിനോട് പോയി പറയുന്നതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുക. സോ മിക്കവാറും കേസുകളിൽ അല്ലെങ്കിൽ എല്ലാ കേസുകളിലും നമ്മളോട് ചോദിക്കുന്നത് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനായിരിക്കും. ലെറ്റ്സ് സേ നിങ്ങൾ കേട്ട കാര്യം ആർ യു ഗോയിങ് ടു ദ പാർട്ടി ടു നൈറ്റ്, നീ ഇന്നത്തെ പാർട്ടിക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ കേട്ടത്. നിങ്ങൾ പക്ഷെ നിങ്ങളെ ഫ്രണ്ടിനോട് ഫ്രണ്ടിനോട് പോയി പറയുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും? ഷീ ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി ദാറ്റ് നൈറ്റ് എന്നുള്ളതായിട്ട് മാറും. സോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വാക്കുകൾക്ക് മാറ്റം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ ഈ ദാറ്റ് നൈറ്റ് എന്നുള്ളതായിട്ട് മാറിയില്ലേ, ടു നൈറ്റ് എന്നുള്ളത്. ഈ ആർ യു എന്നുള്ളത് ഷീ ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി എന്നുള്ളതൊക്കെ ആയിട്ട് മാറി. സോ വേർഡ്സിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെന്റൻസിന്റെ സ്ട്രക്ചറുകൾക്കും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആദ്യം നമ്മൾ പഠിക്കേണ്ടതില്ലേ, ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുമ്പോൾ മാറ്റം വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സോ അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതെന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹി ഷീ ആയിട്ട് മാറും. യു എന്നുള്ളത് ഹി ഷീ ആയിട്ട് മാറും. യോർ എന്നുള്ളത് ഹിസർ ആയിട്ട് മാറും. അങ്ങനെ ഒരുപാട് വാക്കുകൾക്ക് മാറ്റം വരുന്നുണ്ട്. ആം ഈസ് എന്നുള്ളത് വാസ് ആവും. ആർ എന്നുള്ളത് വേർ അല്ലെങ്കിൽ വാസ് എന്നുള്ളതായിട്ട് മാറും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെർബിന്റെ ഫസ്റ്റ് ഫോമിലുള്ളതൊക്കെ വെർബിന്റെ സെക്കൻഡ് ഫോമിലേക്ക് മാറും. ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. വെർബിന്റെ സെക്കൻഡ് ഫോമിലുള്ളതൊക്കെ അല്ലെങ്കിൽ V2-ലുള്ള കാര്യങ്ങളൊക്കെ ഹാഡ് പ്ലസ് V3-യിലേക്കും അത് കൺവേർട്ടഡ് ആവും. സോ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് പഠിക്കാം. നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്ന ടൈപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി അറിയാം, ക്വസ്റ്റ്യൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. WH ക്വസ്റ്റ്യൻസ് ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ WH ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ നേരത്തെ പഠിച്ചു. W വെച്ചിട്ട് അല്ലെങ്കിൽ H വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് WH ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഓക്സിലറി വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഒരു WH ക്വസ്റ്റ്യൻ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. മായ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളത്. ഇത് W വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ആദ്യം വേണ്ടത് ഇതിന്റെ സ്പീക്കറാണ്. മായയാണ് നമ്മുടെ സ്പീക്കർ. താഴേക്ക് എടുത്ത് എഴുതുക, മായ. ഇനി റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്, ഇതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓൾവേസ് അതിന്റെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ആസ്ക്ഡ് എന്നുള്ളതായിരിക്കും. സോ മായ ആസ്ക്ഡ്. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ആണ് മൂന്നാമതായിട്ട് വേണ്ടത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്. വാട്ട്, വിച്ച്, വൈ, വെൻ എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്. അതെടുത്ത് എഴുതുക. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൺവേർട്ടഡ് സെന്റൻസ് ആണ്. ഇനി ബാക്കിയുള്ള ഭാഗത്തിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. കൺവേർട്ട് ചെയ്യേണ്ട സമയത്ത് ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. അതിങ്ങനെയാണ്, സബ്ജക്റ്റിനെയാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. സബ്ജക്ട് ഫസ്റ്റ്. സോ യോർ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. ലെറ്റ്സ് സേ ഇതൊരു ആണിനോടാണ് ചോദിക്കുന്നത് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യോർ എന്നുള്ളത് എന്തായിട്ട് മാറും അറിയാം? ഹിസ് ആയിട്ട് മാറും. കാരണം ഈ ലിസ്റ്റിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. യോർ എന്നുള്ളത് ഹിസോ ഹെറോ ആയിട്ട് മാറും. സോ നമുക്ക് ഇവിടെ ഹിസ് എന്ന് എഴുതാം. വെൻ അല്ല കേട്ടോ, വാട്ട് ആണ് ഇവിടെ. ക്വസ്റ്റ്യൻ വേർഡ് മാറിപ്പോയത്. വാട്ട് ഹിസ് ഫേവറേറ്റ് ഫുഡ് ഈസ് എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മളോട് ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഫ്രണ്ട് ചോദിക്കുകയാണ്, വൈ ആർ യു വറീഡ്? ഇവിടെയും നമ്മൾ ആദ്യം വേണ്ടത് സ്പീക്കറാണ്. ഫ്രണ്ട് ആണ് നമ്മുടെ സ്പീക്കർ. ആസ്ക്ഡ് എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ഹോമിയോപ്പത്തിനോടാണ് ചോദിക്കുന്നത്. ഇനി നമുക്കിത് വൈ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത്. ആർ യു വറീഡ് എന്നുള്ളിടത്ത് യു ആണ് എന്ത്, നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. യു എന്നുള്ളത് ഹോമിയോപ്പത്തിനോടാണ് ചോദിക്കുന്നത്. അപ്പൊ യു എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. വൈ ഹി, ഇതെന്താ ആർ എന്നുള്ളത് എന്തായിട്ട് മാറും? വൈ ഹി വാസ്, ആറ് വാസ് ആയിട്ട് മാറും. വൈ ഹി വാസ് worried എന്നുള്ളതായിട്ട് മാറും. ഫ്രണ്ട് ആസ്ക്ഡ് ദ ഹോമിയോപ്പത്ത് വൈ ഹി വാസ് worried എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. സെഹ്റ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് വിൽ ഐ വെയർ ടു സ്കൂൾ ടുമോറോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇത് വാട്ട് വെച്ചിട്ടാണ്, W വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും നമ്മുടെ സ്പീക്കറിനെയാണ് ആദ്യം എടുത്ത് എഴുതേണ്ടത്. സെഹ്റ
ആസ്ക്ഡ് എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് എന്നുള്ളതാണ്. ഇത്രയും ഭാഗമാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഐ എന്നുള്ളത് അലിയോടാവുമ്പോൾ സഹ്റ ആവുമ്പോൾ എന്താവും? ഐ എന്നുള്ളത് ഷീ ആയിട്ട് മാറും. സഹ്റ ആസ്ക്ഡ് വാട്ട് ഷീ വിൽ എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. നമ്മുടെ ലിസ്റ്റിൽ ഉണ്ട് കേട്ടോ അതൊക്കെ. ഷീ വുഡ് വെയർ ടു സ്കൂൾ ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ദ നെക്സ്റ്റ് ഡേ ഇതിൽ നമ്മുടെ ലിസ്റ്റിലുണ്ട് കേട്ടോ. സ്കൂൾ ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് ഇങ്ങനെ തന്നെയാണ്. സ്പീക്കറാണ് ആദ്യം വേണ്ടത്. റിപ്പോർട്ടിംഗ് വേർബ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ആസ്ക്ഡ് എന്നുള്ളത് തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ലിങ്കിങ് വേർഡിന് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. കാരണം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. എല്ലാ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓക്സിലറി വേർബ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിലൊരു ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലിങ്കിങ് വേർഡായിട്ട് ഇഫോ വെദറോ യൂസ് ചെയ്യാം. 2 യൂസ് ചെയ്താലും ശരി തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് സെന്റൻസ് കൺവേർട്ട് ചെയ്യാനുള്ളത്. സോ ഇത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ മായ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ? ഇതിനെങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം? സ്പീക്കറിന് ആദ്യം താഴേക്ക് എടുത്ത് എഴുതുക. മായാണ് നമ്മുടെ സ്പീക്കർ. റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ആസ്ക്ഡ് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടിംഗ് വേർബ്. ലിങ്കിങ് വേർഡായിട്ട് ഇഫോ വെദറോ യൂസ് ചെയ്യാം. നമുക്ക് ഇഫ് യൂസ് ചെയ്യാം. മായ ആസ്ക്ഡ് ഇഫ് ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് യു ആണ് നമ്മുടെ സബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് രാം ഒരു മെയിൽ ആയതുകൊണ്ട് തന്നെ മായ ആസ്ക്ഡ് ഇഫ് ഹി ആർ എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. ഹി വാസ് ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ എന്നുള്ളത് എന്തായിട്ട് മാറും? ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ജോൺ ചോദിക്കുക, ഡു യു റിമെമ്പർ മീ എന്നുള്ളത് ചോദിക്കുകയാണ്. ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ആദ്യം വേണ്ടത് സ്പീക്കറിനെയാണ്. മിസ്റ്റർ ജോൺ ആസ്ക്ഡ് എന്നുള്ളത് തന്നെയാണ്. ഇത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആസ്ക്ഡ് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. മിസ്റ്റർ ജോൺ ആസ്ക്ഡ് ഇഫോ വെദറോ നമുക്ക് യൂസ് ചെയ്യാൻ ലിങ്കിങ് വേർഡ് ആയിട്ട് നമുക്ക് ഇവിടെ വെദർ യൂസ് ചെയ്യാം. വെദർ യു എന്നുള്ളതാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിന് ആദ്യം കൊടുക്കണം. യു എന്നുള്ളത് ഡോക്ടർ ക്രോണിൻ ആയതുകൊണ്ട് നമ്മളിവിടെ ഹി എന്നുള്ളതായിട്ട് പറയും. മിസ്റ്റർ ജോൺ ആസ്ക്ഡ് വെദർ ഹി. ഇവിടെ ഡു എന്നുള്ളത് ഡിഡ് എന്നും ആവും. എന്നിട്ട് റിമെമ്പർ എന്നും ആക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ താഴേക്ക് എടുത്ത് എഴുതാം. ഗ്രാമാറ്റിക്കലി അത് തെറ്റല്ല. പക്ഷെ ഡിഡ് പ്ലസ് റിമെമ്പർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റിമെമ്പേർഡ് എന്നാണ്. റിമെമ്പേർഡ് എന്നുള്ളതാണ് അത്. അപ്പൊ നമുക്ക് അങ്ങനെ എടുത്ത് എഴുതാം. റിമെമ്പേർഡ് ഹിം എന്നുള്ളതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അതൊരു ക്വസ്റ്റ്യൻ അല്ല. ക്വസ്റ്റ്യൻ ഉള്ള റിപ്ലൈയോ അതല്ല ഒരു സ്റ്റേറ്റ്മെന്റോ ആണ്. നാളെ നിങ്ങളുടെ പരീക്ഷയാണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അങ്ങനെ ഒരു മറുപടിയോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റോ ആകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ടൈപ്പ് നമ്പർ 2. ഒന്ന് സ്പീക്കർ വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടിംഗ് വേർബായിട്ട് നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. അതൊരു റിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്ലൈഡ് എന്ന് പറയാം. ഇനി അതല്ല അതൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് സെഡ് എന്നോ ടോൾഡ് എന്നോ പറയാം. ലിങ്കിങ് വേർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ദാറ്റ് എന്നുള്ളത്. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റിനെ ആദ്യം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഗ്രാൻഡ് ഫാദർ ചോദിക്കുക, വാട്ട് ഡിഡ് ദ പ്രിൻസിപ്പൽ സേ? അതിന്റെ മറുപടി ആയിട്ട് മാർത്ത പറയാണ്, ഐ വുഡ് നോട്ട് ഗെറ്റ് ദ ജാക്കറ്റ് ഇഫ് ഐ ഡിഡന്റ് പേ $15. ഇതൊരു റിപ്ലൈ ആണല്ലോ. സോ ഈ റിപ്ലൈ എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം? ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാം. ആദ്യം വേണ്ടത് നമ്മുടെ സ്പീക്കറാണ്. സോ മാർത്ത റിപ്ലൈഡ് എന്നുള്ളതാണ് ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദാറ്റ് എന്ന് കൊടുക്കാം. ദാറ്റ് എന്നുള്ളതാണ് അവിടുത്തെ ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത്. സോ മാർത്ത റിപ്ലൈഡ് ദാറ്റ്. ഐ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഐ എന്നുള്ളത് എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. ഷീ വുഡ് നോട്ട് ഗെറ്റ് ദ ജാക്കറ്റ് ഇഫ് ഷീ. ഐ വീണ്ടും എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. ഇഫ് ഡിഡന്റ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഡിഡന്റ് എന്നുള്ളത് V2 ആണ്. V2ലുള്ള കാര്യങ്ങളൊക്കെ എന്തായിട്ട് മാറും? ഹാഡ് പ്ലസ് V3യിലേക്ക് മാറും അല്ലെ? അപ്പൊ ഇഫ് ഷീ ഹാഡ് നോട്ട് പെയ്ഡ് എന്നുള്ളതായിട്ട് മാറും. പെയ്ഡ് എന്നുള്ള വരാനുള്ള കാരണം ഇവിടെ V3 ആയതുകൊണ്ട് ഷീ ഹാഡൻ പെയ്ഡ് $15 എന്നുള്ളതായിട്ട് മാറും.
സോ ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുന്നത്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വാക്കുകൾക്ക് മാറ്റം വരുന്നുണ്ട്, അതിന്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് സ്ട്രക്ചറാണ്, സെന്റൻസിലുള്ള സ്ട്രക്ചറാണ് മാറ്റം വരുന്നത്. 3 ടൈപ്പ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് WH ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. മൂന്നാമതായിട്ട് നമ്മളിപ്പോൾ പഠിച്ചത് ഒന്നെങ്കിൽ റിപ്ലൈ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ വരുന്ന കേസുകളിൽ എങ്ങനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. സോ വളരെ എളുപ്പമാണ്. നിങ്ങൾ മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ലൈവിൽ നമ്മൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.